വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്ര, ആ യാത്ര ഇപ്പോഴും ദുരൂഹമായ ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതൊരു ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ഒരു വ്യക്തി അത്തരത്തിലൊരു അഭിപ്രായം പറയുന്നതിനോട് ഞാനത് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. സമ്പത്ത് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട് പാടേണ്ട അവസ്ഥയിലാണോ പ്രതിപക്ഷം? പിണറായി വിജയനും തോമസ് ഐസക്കും വി.എൻ. വാസവനും ഒരു കാര്യം പറയുന്നു, അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യം ഇ.പി. ജയരാജൻ പറയുന്നു. കെ രാഗേഷും ജോൺ ബ്രിട്ടാസും ഒരു കാര്യം പറയുന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം കെ ശൈലജ പറയുന്നു. അപ്പോൾ വിഴിഞ്ഞത്ത് എന്ത് നിലപാട് എന്ന കാര്യത്തിൽ എത്ര നിലപാട് എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയാണോ? ഞാൻ അന്തർദേശീയ തുറമുഖത്തെ സംബന്ധിച്ചുള്ളതിൽ CPI-എമ്മിന് അല്ലെങ്കിൽ LDF-ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷനൊന്നുമില്ല. ഈ വിഴിഞ്ഞം പോർട്ട് അതൊരു PPP മോഡല്. ഞാൻ ആദ്യം ഒരു 2 മിനിറ്റ് എടുക്കുന്നതിൽ ദയവായി ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞാനിത് ആരംഭിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി സാറ് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ 2015 ജൂൺ മാസത്തിലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ അദ്ദേഹം മീഡിയ, അത് സ്വാഭാവികമായി അഭിലാഷിൻ്റെയും ഇവിടെ മാതൃഭൂമിയുടെ അവിടെ ആർക്കൈവ്സിൽ അതുണ്ടാവും, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഇത് മിസ്സായാൽ പിന്നീട് വിഴിഞ്ഞം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നായിരുന്നു അന്ന് ശ്രീ ഉമ്മൻചാണ്ടി ആ മീഡിയ ബ്രീഫിങ്ങിൽ അദ്ദേഹം പറഞ്ഞത്. ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം അതിൽ അദ്ദേഹം പറയുകയും ചെയ്തു, കഴിഞ്ഞ ഗവൺമെൻറ്, അതായത് VS-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതും അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി ചോദ്യങ്ങൾക്ക് മറുപടിയായി. 2015 ആണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റേതായ ഒപ്പിടൽ നടക്കുന്നത്. ഓഗസ്റ്റ് 18 എൻ്റെ ഓർമ്മ. അതിൽ ഈ കൺസെഷനറെ സംബന്ധിച്ചുള്ളതിൽ അന്ന് അവർക്ക് നൽകിയിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ, ചില പ്രത്യേക അവകാശങ്ങൾ, അത് സംബന്ധിച്ച് CPI-എമ്മിന് LDF-നൊക്കെ തന്നെയുള്ള വിയോജനം അന്നേ രേഖപ്പെടുത്തിയിരുന്നു. വിയോജനക്കുറിപ്പായി തന്നെ അത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് നമ്മൾ പൂർണ്ണമായി റദ്ദാക്കപ്പെട്ടുകൊണ്ട് വേറൊന്നും ചെയ്യാനായി കഴിയില്ല. അങ്ങനെ റദ്ദാക്കുകയാണ് എങ്കിൽ നമ്മുടെ മുമ്പിൽ വേറൊരു അനുഭവം കൂടിയുണ്ട്. മുമ്പ് ഈ മാൽദീവ്സിൽ അവിടെ ഒരു വിമാനത്താവളം നിർമ്മിക്കുന്നതിന് ഈ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് അത്തരത്തിൽ കരാറ് കിട്ടുകയും അത് പുതുതായി വന്ന ഗവൺമെൻറ് അത് റദ്ദാക്കിയതിനെ തുടർന്ന് അവർ കോടതിയിലേക്ക് പോയി. അത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലാണ് പോയത്. അനുകൂലമായി ഇന്ത്യൻ കമ്പനിക്ക് അനുകൂലമായിട്ടാണ് കനത്ത നഷ്ടപരിഹാരമാണ് നൽകേണ്ടതായി വന്നത്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും ആഭ്യന്തരമായിട്ടുള്ള കാര്യം ഈ വിഷയങ്ങളിലല്ല. ഇപ്പൊ ഉന്നയിച്ച ആരോപണം എന്താണ്? വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി അദാനിയെ കണ്ടു, അദാനി കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ കണ്ടു, അവിടെ ഒരു ഡീൽ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സീക്രട്ടായി ഒരു ഓഹരി കൈമാറ്റം തീരുമാനിക്കപ്പെട്ടു. എന്നിട്ട് സർക്കാർ ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ്. ഇതാണല്ലോ ഉയർത്തിയ ആരോപണം. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അടക്കം ഈ ആരോപണം ഉന്നയിച്ചു. പക്ഷെ ഇന്ന് ഇ.പി. ജയരാജൻ പറയാണ്, അങ്ങനെ അഴിമതി ആരോപണമൊന്നും എനിക്കില്ല, അതൊക്കെ ഉന്നയിക്കുന്ന ആളുകളോട് ചോദിക്കണം, വെറുതെ ആരോപണമൊന്നും ഉന്നയിച്ച് ഈ വികസനം തടസ്സപ്പെടുത്തരുതെന്ന് വേറൊരാൾ പറയാണ്, പ്രധാനപ്പെട്ട പാർട്ടി പദവി വഹിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിലെ കൺഫ്യൂഷനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. വോട്ട് എന്തായാലും യാഥാർത്ഥ്യമായല്ലോ, അതിൽ ഇനിയിപ്പോൾ തർക്കമില്ല. ഇവിടെ ഇത് സംബന്ധിച്ച് അദാനിയുടെ കയ്യിലുള്ള ഓഹരികളിൽ ഒരു വലിയ പങ്ക് ഈ MSCയുടേതായ അവരുടെ ഒരു കമ്പനിക്ക് അവർ കൈകാര്യം ചെയ്യുന്നതിൽ ആ കമ്പനിക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് വിഷയം. ആ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ സെബിയുടെ ചെയർമാൻ എഴുതിയ കത്തിൽ അക്കമിട്ട് ഈ വിഷയങ്ങൾ നിരത്തിയിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ പ്രശ്നം? ആരോടാണ് ഇത് ആദ്യം ഈ പ്രയർ കൺസെൻറ്റ് വാങ്ങേണ്ടത്? നമ്മുടെ എഗ്രിമെൻറ്റിൽ തന്നെ ഉള്ളൊരു കാര്യം അതാണ്. എഗ്രിമെൻറ്റിലുള്ളൊരു വയലേഷൻ ഇവിടെ നടന്നിരിക്കുകയാണ്. പ്രയർ കൺസെൻറ്റ് വിത്ത് ഹൂം? പ്രയർ കൺസെൻറ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് ആ കൺസെഷനർ നിർബന്ധമായി മാൻഡേറ്ററിയായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. ഞങ്ങളിതിനെ കാണുന്നത് ശ്രീ വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്ര, ആ യാത്ര ഇപ്പോഴും ദുരൂഹമായ ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ആ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കിടയിലാണ് അത്തരമൊരു കാര്യത്തിൻ്റെത്. അദ്ദേഹം അത് വ്യക്തിപരമായ ആവശ്യമെന്ന് പറഞ്ഞിരുന്നാലും അതെല്ലാം എല്ലാവർക്കും ദഹിക്കുന്ന നിലയിലല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ ഇദ്ദേഹത്തിൻ്റെ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ്റെ നിലപാടിനോടുള്ള വിയോജിപ്പ് അദ്ദേഹം തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നാം ഒരു വിധത്തിലുള്ള രഹസ്യവും ഇതിനകത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല.
ഇത് സുതാര്യമായിരിക്കണം, ഇത് സത്യസന്ധമായിരിക്കണം, ഇത് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഇത് നാടിൻ്റെ സ്വത്താണ്, ഇത് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്. കഴിഞ്ഞ ഒരു 25 കൊല്ലക്കാലത്തിനിടയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവിടെ ഒരു കുത്തക അവകാശം നൽകപ്പെടുന്ന നിലയിലേക്ക്, മൊണോപ്പൊളിയുടെ കയ്യിലേക്ക് ഇതെത്തുന്ന നിലയിലേക്ക് നമുക്കിപ്പോൾ പല കാര്യങ്ങളും ഇത് പറയുമ്പോൾ അങ്ങനെയൊന്നും എത്തില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉണ്ടാവില്ല എന്ന കരാറിലെ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കരാറിൽ അന്ന് 2015 ഓഗസ്റ്റ് മാസം 17 ഒപ്പിട്ട കൺസെഷൻ എഗ്രിമെന്റ് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇത് മൊണോപ്പൊളി ഉണ്ടാവില്ല, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചു. അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പനിക്ക് ക്ലോസ് 3 അനുസരിച്ച് പ്രയർ അപ്രൂവൽ വേണം. അതവർ ഓഹരി വിറ്റിട്ടില്ലല്ലോ. അപ്രൂവലിനായിട്ട് അവർ ഗവൺമെന്റിനെ സമീപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഹരി കൈമാറ്റം നടക്കുന്നത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണോ അതോ സംസ്ഥാന താല്പര്യത്തിന് അനുകൂലമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരാണ് ഈ അപ്രൂവൽ കൊടുക്കേണ്ടത്. കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ VP ജയരാജൻ പറയുന്നത് പോലെ ഇപ്പോഴേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു പദ്ധതിയെ നിർജീവമാക്കണോ എന്ന വാക്ക് EP ജയരാജന്റേതാണ്. അതല്ലേ അപ്പോൾ ശരിയായ നിലപാട്? ഞാനിതിൽ VP ജയരാജൻ പറഞ്ഞത് വ്യത്യസ്തമാണ്, MV ഗോവിന്ദൻ പറഞ്ഞത് വ്യത്യസ്തമാണ്, പിണറായി വിജയൻ പറഞ്ഞത് വ്യത്യസ്തമാണ് എന്ന് അഭിലാഷിന് അഭിപ്രായമുണ്ടെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുകയാണ്. ഞാനിതിൽ ആരെയും പ്രത്യേകിച്ച് ഇപ്പം പറയുമ്പോൾ അദാനിയുടെ കമ്പനിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല, ദയവ് ഇത് അങ്ങനെ ആരെങ്കിലും ഞാൻ ഡിഫെയിം ചെയ്ത് പറയുന്നതല്ല. എൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ഒരുത്തൻ ഓടിളക്കി ഇറങ്ങി ഞങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ അലമാര കൊത്തി തുറന്നു. കൈയോടുകൂടി അയാളെ പിടികൂടുകയാണ്. അപ്പോൾ പറയുകയാണ് ഇവിടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരാൾ ഹൗസ് ബ്രേക്കിംഗ് നടത്തുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. എൻ്റെ വാഹനം ഒരാൾ കുത്തി തുറന്ന് അകത്ത് കയറി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്, ഞാനത് തടയുകയാണ്, നിങ്ങളുടെ വാഹനം ഞാൻ കട്ടുകൊണ്ട് പോയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. പ്രധാനപ്പെട്ട ക്ലോസ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രയർ പെർമിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമില്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പറയുകയാണ് ഇത് ഓഹരി വിറ്റിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശരിയല്ല. അതൊരു ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ഒരു വ്യക്തി അത്തരത്തിലൊരു അഭിപ്രായം പറയുന്നതിനോട് ഞാനത് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. സമ്പത്ത് നിലപാടുകളുടെ നൈരന്തര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന് സംശയം തോന്നും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ 2015 വിഴിഞ്ഞം പദ്ധതി അദാനി മുഖേന നടപ്പാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ കരാർ ഒപ്പിട്ട സമയത്ത് കടൽ കൊള്ള എന്നാണ് അന്നത്തെ പ്രതിപക്ഷം പിണറായി വിജയന്റെയും VS അച്യുതാനന്ദന്റെയും ഒക്കെ നേതൃത്വത്തിൽ പറഞ്ഞത്. അതിനുശേഷം ഇടതുമുന്നണിയുടെ സർക്കാർ വന്നു, വിഴിഞ്ഞം പദ്ധതി തുടരുകയാണ് ചെയ്തത്. അതല്ലാതെ വേറെ മാർഗമില്ല. താങ്കൾ നേരത്തെ വിശദീകരിച്ചല്ലോ. അതിനുശേഷം വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടാണ് അവതരിപ്പിച്ചത്. LDF കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള താക്കോലായിട്ടാണ് വിശേഷിപ്പിച്ചത്. നിങ്ങൾ ഈ 2026 മെയ് മാസത്തിൽ ഭരണം ഒഴിഞ്ഞു, പിറ്റേ മാസം മുതൽ അത് വീണ്ടും കടൽ കൊള്ളയായി മാറില്ലല്ലോ. അങ്ങനെ സാധിക്കില്ലല്ലോ. ഒരു കടൽ കൊള്ള, അതിനുശേഷം പരിശുദ്ധം, അതിനുശേഷം വീണ്ടും കടൽ കൊള്ള എന്ന മോഡിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഈ MSC കമ്പനി വന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. MSCയുടെ വരവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ ഒരു മാസം മുമ്പ് വാർത്ത വന്നു എന്നുള്ളത് മാത്രമല്ല, ആ വാർത്തയുടെ ഊന്നൽ കൂടി ശ്രദ്ധിക്കണം. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. പിന്നെ 24,000 TEU കണ്ടെയ്നർ വരെ വഹിക്കാൻ കഴിയുന്ന വൻകിട കപ്പലുകൾക്ക് അനായാസം വന്നു പോകാമെന്ന സവിശേഷതയാണ് വിഴിഞ്ഞം തുറമുഖത്തെ അനന്യമാക്കുന്നതെന്നൊക്കെയാണ്. LDF സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം കോൺക്ലേവിൽ തന്നെ MSC പങ്കെടുക്കുകയും ഇവിടെ ഒരു ടെർമിനൽ ഓൺ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടാവുകയും അതനുസരിച്ച് അവർ ആ ആലോചനയുടെ കൾമിനേഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ആ ഓഹരി കൈമാറ്റത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇത് നേരത്തെ തുടങ്ങിയ പ്രോസസ് അല്ലേ? പൊടുന്നനവേ ഒരു മംഗലാപുരം യാത്രയെ അഴിമതിക്ക് എങ്ങനെയാ വരിക? അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉള്ള മറുപടി എന്നുള്ളതും ഇതിൻ്റെ ഈ മംഗലാപുരം യാത്രയുടെ നിജസ്ഥിതിയുമെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അത് വ്യക്തമാകുന്നതിന് ഞാൻ ഉൾപ്പെടെയുള്ള LDFൻ്റെ പ്രവർത്തകരോ വക്താക്കളോ അല്ല ഞങ്ങളുടെ നേതാക്കളോ എന്നുള്ളതിനപ്പുറമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അത് അനധിവിദൂര ഭാവിയിൽ ലഭ്യമാവും എന്ന് പ്രതീക്ഷിക്കാം. വിഴിഞ്ഞത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവിടെ ഞാനിത് തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറയാനിടയായത് അതിൻ്റെ നാൾ വഴികൾ നമ്മുടെ പ്രേക്ഷകർ അറിയണം എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ 2015 ഓഗസ്റ്റ് 18 ഇത് ഒപ്പുവയ്ക്കുന്ന സമയത്ത് അഭിലാഷ് ഇതിൽ ഏതാണ്ട് 7,200 ശിഷ്ടം കോടി രൂപ, അത് ഏതാണ്ട് 7,300 കോടി രൂപയുടെ വാല്യുവേഷനൊക്കെയാണ് അന്ന് അത് നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്.
സബ്ജക്ട് ടു കറക്ഷൻ. ഇപ്പോൾ ശ്രീ ആദികേശവൻ അടക്കമുണ്ട്, അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് കൂടിയാണ്. ഇപ്പോൾ ഈ അദാനിയുടെ കമ്പനിയുടെ 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നുവെങ്കിൽ അത് എത്രായിരം കോടി രൂപയുടേതാണ്. ഈ ഓഹരിയുടെ വളർച്ച ഉണ്ടായി എന്നുള്ളത് ഇത് ഈ നമ്മുടെ ഈ ധനകാര്യ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പറയാറുള്ളൊരു പദപ്രയോഗമുണ്ട്. അത് ഞങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ളവർ ഞങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമല്ല. ഈ വിൻഡ് ഫോൾ പ്രോഫിറ്റ് എന്ന് പറയും. കാറ്റത്ത് ഈ ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞു വീഴുമ്പോൾ വാരിക്കൂട്ടിയെടുക്കുന്നത് പോലെ പൊതുസമ്പത്ത്, പൊതുസ്വത്ത് അങ്ങനെ ഖജനാവിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ ഈ സ്വകാര്യ സംരംഭകർക്ക് ലാഭം വേണമെന്നുള്ളത് ശരിയാണ്, അവരുടേതായിട്ടുള്ള ഉൽപ്പാദനപരമായ പ്രക്രിയകൾ നടക്കണമെന്നുള്ളത് ശരിയാണ്. ഞാനിവിടെ നിക്ഷേപത്തെയും ഓഹരി വിൽപ്പനയും രണ്ടായി കാണാൻ ആഗ്രഹിക്കുകയാണ്. വ്യത്യസ്ത അഭിപ്രായം നമ്മുടെ ചങ്ങാതിമാർക്ക് പലർക്കും ഉണ്ടാവാം. എന്തുകൊണ്ട് എന്ന് കൂടി ഞാൻ പറയാം. ഇക്കാര്യത്തെ സംബന്ധിച്ച് അഭിലാഷിന് ഓർമ്മയുണ്ടോ സബ് പ്രൈം ക്രൈസിസ് എന്നൊരു വിഷയമുണ്ടായത്? ശ്രീ ആദികേശവന് നന്നായിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ദേശസാൽകൃത ബാങ്കിൻ്റെ ഉന്നതമായ പദവിയിൽ ചുമതല നിർവഹിച്ചയാളാണ്. അദ്ദേഹം അടക്കം അന്ന് ഈ പൊതുമേഖലാ ബാങ്കുകൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകാതെ നിലനിന്നു എന്നുള്ളതിൻ്റേത് ലോക്സഭയിൽ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ പ്രണബ് മുഖർജി പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു കോട്ട് മാത്രം ഞാൻ പറയാം. വി ഹാവ് എ ഡിഫറൻറ്റ് സിസ്റ്റം എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ സബ് പ്രൈം ക്രൈസിസിൻ്റെ കാലത്ത് ഈ ലേമാൻ ബ്രദേഴ്സ് തകർന്നു, AIG അടക്കം വല്ലാതെ ഈ തരിപ്പണമായി പോയി. ടാറ്റ AIG ഉണ്ടായിരുന്നു അഭിലാഷേ. ടാറ്റയുടെ തലവൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഓർക്കണം. താങ്ക് ഗോഡ് AIG ഹാസ് ഓൺലി 24% ഓഫ് ദ ഷെയർസ്. ടാറ്റ AIGയിൽ 24% ഓഹരി മാത്രമേ അവർക്കുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വന്നേനെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ പലതും ഇത്തരത്തിൽ ഈ ഓഹരി വിൽപ്പന എന്നുള്ളതിൽ നമ്മുടെ ഈ വസ്തു തന്നെ വിൽപ്പനയല്ലേ നടക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. തിരുവനന്തപുരത്ത് HLL, നമ്മുടെ പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അതിനെ വിൽക്കാനാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി. ഈ വിൽപ്പന അത് നഷ്ടത്തിലായത് കൊണ്ടല്ല, ലാഭത്തിലാണ്. പൊന്മുട്ടയിടുന്ന താറാവാണ്. അതിനെ വിൽക്കാനാണ് വെച്ചിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ LDF ഗവൺമെൻറ് തന്നെ നിയമസഭയിലും പ്രമേയം പാസ്സാക്കി. ഐകകണ്ഠേന UDF അടക്കം അതിന് അനുകൂലമായി നിന്നതാണ് നല്ലത്. എന്താണ്, ഇന്ത്യ ഗവൺമെൻറ് അത് വിൽക്കുന്നുവെങ്കിൽ കേരള സർക്കാരിന് അത് നൽകണമെന്നുള്ളത്. അതിന് ഇന്ത്യ ഗവൺമെൻറ് അടുത്തൊരു നിലപാടുണ്ട്. ഞങ്ങൾ ആർക്ക് വിറ്റാലും നിങ്ങൾക്ക് നൽകില്ല എന്നുള്ളതിൻ്റെത്. ലാഭത്തിലല്ലേ തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെയും അങ്ങനെ ആയിരുന്നില്ലേ? ഇവിടെ ഇപ്പോ ഒന്ന് കൺട്രോളിംഗ് സ്റ്റേക്ക് അല്ല, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പൊ MSC എന്ന് പറയുന്ന കമ്പനി താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 13,000 കോടി ഇവിടെ ഓഹരി വാങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. 13,000 കോടി കേരള തീരത്ത് ഇൻവെസ്റ്റ് ചെയ്ത MSCക്ക് അത് വിജയിപ്പിക്കണം എന്നല്ലേ താല്പര്യം ഉണ്ടാവും, അല്ലാതെ അത് കളഞ്ഞിട്ട് പോകണം എന്നായിരിക്കില്ലല്ലോ. അപ്പോൾ അത് ഗ്യാരണ്ടി ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ സക്സസ് ആയിരിക്കുമല്ലോ. 2034 മുതൽ 1% തുടങ്ങി സംസ്ഥാന സർക്കാരിന് റവന്യൂ വിഹിതം കിട്ടേണ്ടതാണ്. അപ്പോൾ 2034-ലും 35-ലും 36-ലും ഓരോ % വെച്ച് കൂടി ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി അവരുടെ ഒരു ടെർമിനൽ സ്ഥാപിച്ച് ഇവിടെ മെച്ചപ്പെട്ട് നടത്തിയാൽ സംസ്ഥാന താല്പര്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടാതിരിക്കുക? നമുക്ക് പണമല്ലേ കിട്ടൂ. ഒറ്റ വാചകമേ ഉള്ളൂ അതിന് മറുപടി. ഒറ്റ വാചകമേ ഉള്ളൂ അഭിലാഷേ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു വാചകമുണ്ട്, നിന്റെ കയ്യിലിരിക്കുന്ന പൊതിച്ചോറിങ്ങി തന്നേരെ ഞാൻ കഴിക്കട്ടെ, നിനക്ക് വിശക്കാതിരിക്കാനുള്ള മന്ത്രം പറഞ്ഞു തരാം എന്നുള്ളത് പോലെ. ഈ ഓഹരി ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ലാഭമെല്ലാം ഉറപ്പിക്കപ്പെടുന്നു. ഇത് അദാനിയുടെ കീശയിലേക്ക് ഈ പണം വരുന്നു എന്നുള്ളത് ശരി. ഈ പണത്തിൻ്റെ മൂല്യത്തിൻ്റെ വർധനമുണ്ടായിട്ടുള്ളത് പൊതുപ്പണം കൊണ്ടാണ്. വിസിൽ എന്നുള്ള മറ്റൊരു നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ ഇത് നൽകുന്നതായിട്ടുള്ള അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇപ്പം ഇവിടെ വാസ്തവത്തിൽ ഇത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? അത് കേരള സംസ്ഥാന സർക്കാരാണ്. ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ ഉദ്ഘാടനമെല്ലാം നടക്കുമ്പോൾ ഒരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ് 1 രൂപ പോലും നൽകിയിട്ടില്ല. നയ പൈസ ഞാൻ പറയാത്തതാണ്, അതില്ലല്ലോ. ഇപ്പോൾ 1 രൂപ പോലും വിഴിഞ്ഞത്തിന് ഈ സെക്കൻഡ് ഫേസിൻ്റെ കാര്യത്തിനെ സംബന്ധിച്ച്, ഒരുപാട് വികസനത്തിനെ സംബന്ധിച്ച്, വികസന പരിപ്രേക്ഷ്യത്തെ സംബന്ധിച്ചെല്ലാം അത്തരത്തിൽ BJPയുടെ നേതാക്കൾക്ക് പലതും പറയാൻ കഴിയും അല്ലേ? അഭിമാനിക്കട്ടെ, നമ്മൾ കേരളീയരാണെന്നുള്ള നിലയിൽ അവർക്കും ആ അഭിമാനത്തിൽ അതെല്ലാം പങ്കെടുക്കേണ്ടത് തന്നെയാണ്. നല്ല കാര്യമാണ്. 1 രൂപ പോലും രണ്ടാം ഫേസിലേക്ക് നൽകിയിട്ടില്ല. അപ്പം ഇതെല്ലാം കേരളത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാവർക്കും, ഈ കേരളീയരായിട്ടുള്ള എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. ആ ആശങ്കയാണ് ദൂരീകരിക്കപ്പെടേണ്ടത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നും അല്ല. അതുകൊണ്ടല്ല അത് കാണേണ്ടത്. ആ കണ്ണടയിൽ കൂടിയേ അത് കാണേണ്ടതില്ല. സമ്പത്ത് ഈ നിക്ഷേപം അല്ലെങ്കിൽ ഷെയർ വിൽപ്പന നടന്നാൽ എന്ത് പറ്റും? അതിൽ MSCക്ക് ലാഭം ഉണ്ടാകുമോ അദാനിക്ക് ലാഭം ഉണ്ടാകുമോ എന്ന പോയിന്റിനപ്പുറത്ത് വിഴിഞ്ഞത്തിന് സംഭവിക്കും. അതാണല്ലോ ഒരു പ്രശ്നം. കോമൺ യൂസർ ഫെസിലിറ്റി എന്നുള്ളത് ഈ കൺസഷൻ എഗ്രിമെന്റിൽ ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇല്ലാതെ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ അപ്രൂവൽ കൊടുക്കണമെങ്കിൽ ഉറപ്പാക്കേണ്ട 5 കാര്യം.
ഒന്ന്, നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ? രണ്ട്, കേരളത്തിന്റെ താല്പര്യത്തെ, പൊതു താല്പര്യത്തെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ? ഫെയർ കോമ്പറ്റീഷൻ അവിടെ അനുവദിക്കുമോ? മറ്റ് കമ്പനികൾക്ക് സമാനമായ വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? 4, ഭാവിയിലെ ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും തടസ്സം വരുമോ? 5-ാമത്തേത്, വികസന പ്രവർത്തനങ്ങൾ, ഭാവിയിൽ ഈ തുറമുഖം വികസിപ്പിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമോ? ഇൻവെസ്റ്റ്മെന്റ്. ഈ 5 കാര്യം പരിഹരിച്ച് 5 കാര്യത്തിലും എന്താണോ സംസ്ഥാന താല്പര്യം അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അത് നോക്കിയാൽ പോരെ? അഭിലാഷേ, ഞാൻ ആദ്യത്തെ 1 മിനിറ്റ് എൻ്റെ ഈ മറുപടി പറയുന്നതിൽ അതിലെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടി പി ജയചന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അല്ല, ഒന്നാമത്തെ കാര്യം, ഈ വിഴിഞ്ഞം പദ്ധതിയെ പറ്റിയല്ല നമ്മളിപ്പോൾ പറയുമ്പോൾ, തിരുവിതാംകൂറിൽ രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടനിൽ നിന്ന് ഒരു എഞ്ചിനീയറെ അടക്കം ഇവിടെ വിളിച്ചു വരുത്തി ഇതിൻ്റെ സർവേ നടത്തുന്നത് ശ്രീ ഗോവിന്ദമേനോനാണ് ആദ്യത്തെ സർവേ നടത്തുന്നത്. ഇത് മാത്രമല്ല, ഒരു കാര്യം അറിയേണ്ടത്, വിഴിഞ്ഞത്ത് ചെറിയ തോതിലൊരു തുറമുഖം ആരംഭിക്കുന്നത്, ഹാർബറായി ആരംഭിക്കുന്നത് 1957 സഖാവ് EMSൻ്റെ ആ ഗവൺമെൻറ്റിൽ അന്ന് മന്ത്രിയായിരുന്ന സഖാവ് ടി എ മജീദ്, അദ്ദേഹം വർക്കലയിൽ നിന്നായിരുന്നു നിയമസഭാംഗം, അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം കുറിക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം അടച്ചാക്ഷേപിച്ച് തലയിലേക്ക് വെച്ച് കിട്ടുന്ന ഒരു കുരിശുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏഷ്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിച്ച സഖാവ് VK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്താണ്, കഴക്കൂട്ടത്താണ്. എല്ലാത്തിനും പലപ്പോഴും പ്രക്ഷോഭങ്ങൾ വേണ്ടിവരും, ചെറുത്തുനിൽപ്പ് വേണ്ടിവരും, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ചെയ്യേണ്ടതായിട്ട് വരും. മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ തൊഴിൽ, കൂലി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും. മനുഷ്യൻ്റെ ജീവനും ജീവിതവും തൊഴിലും കൂലിക്കും അപ്പുറത്തേ ഉള്ളൂ ഇത്തരത്തിലുള്ള എല്ലാ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും. ഇനി ഇവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഈ പറയുന്നതായിട്ടുള്ള പോർട്ട്, ടെർമിനൽ, ഇതിൻ്റെ ടെർമിനോളജിയിലുള്ള തർക്കങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ഇരിക്കട്ടെ. സഖാവ് പിണറായി വിജയൻ സെബിയുടെ ചെയർമാൻ എഴുതിയിട്ടുള്ള കത്തിൽ അദ്ദേഹം 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം 4 കാര്യങ്ങളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ വിദേശത്ത് നിന്ന് നിക്ഷേപം വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ശ്രീ ആദികേശവൻ വളരെ ദീർഘനാൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പണി ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുന്ന നിലയിലേക്ക് പോയാൽ അദ്ദേഹം അടക്കം എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഞാനവിടെ അക്കൗണ്ട് ഹോൾഡർ മാത്രമാണ്, പക്ഷേ ഞാൻ എതിർക്കും ഇക്കാര്യത്തെ സംബന്ധിച്ച്. നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാത്രം അതിൻ്റെ ആദായത്തിൽ, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 110% വർധനവ് തൊട്ട് തലേ കൊല്ലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 19,000-20,000 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റായി LICയുടേത് അടക്കമുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് കൊടുക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ BJPയെ പ്രതിനിധീകരിച്ച് ഒരു വക്താവ് പറയുന്നെങ്കിൽ, ഇന്ത്യയിൽ ഇന്ന് ലാഭത്തിലടക്കം പ്രവർത്തിക്കുന്ന 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തലവന്മാരില്ല. പാർട്ട് ടൈം തലവന്മാരെ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഡോഗ് മെക്കാനിസത്തിലാണ് നടക്കുന്നത്. ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ MSC വരുന്നത്, അവരുടേതായ നിക്ഷേപം ഉണ്ടാകുന്നത്, പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നത്, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ശരി, നമുക്ക് അത്തരം കാര്യങ്ങൾ അത് നമുക്ക് ചർച്ച ചെയ്ത് അത് സ്വാഗതം ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ നിലവിലുള്ളതിനെ അവർക്ക് നൽകുക എന്നുള്ളത്, ഞാനിപ്പോൾ പറയുന്നതല്ല, എന്നോട് ക്ഷമിക്കണം. ഈ കൂടാരത്തിനകത്ത് തലവയ്ക്കാൻ ഒട്ടകത്തിന് അറബി അനുവദിച്ചിട്ട് അറബി കൂടാരത്തിൽ നിന്ന് പുറത്തായതുപോലുള്ള ഒരു ഗതികേടിലേക്ക് പോകരുത് എന്ന് ഈ കേരളീയർക്ക് അങ്ങനെ ഒരു കാര്യം അവർക്ക് തോന്നിപ്പോയാൽ അവരെ എല്ലാവരെയും ഈ വരട്ട് തത്വവാദികളും പ്രത്യയശാസ്ത്ര രോഗികളുമൊക്കെയായി മുദ്ര കുത്തുന്നത് അതൊരു ശരിയായ പ്രവണതയല്ല.